വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കൊരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ, ആടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. ആടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനങ്ങൾക്കൊരു മാറ്റവുമില്ല. അതാണ് പാട്ടുകാരൻ പറഞ്ഞത്. വാനവും ഭൂമിയും മാറിയിടിലും വചനങ്ങൾക്കൊരു മാറ്റമില്ല. സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായതാ ദൈവവചനം. അത് പഠിക്കുവാനും ചിന്തിക്കുവാനും കർത്താവ് ഭാഗ്യം നൽകി. ദൈവത്തിന് സ്തോത്രം. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കർത്താവിൻ്റെ വചനം പിൻപറ്റി അവൻ്റെ പിന്നാലെ പോയാൽ, വിശ്വസ്തയോടെ മരണപര്യന്തം ജീവിച്ചാൽ അവൻ നമ്മുടെ ഓഹരി നമുക്ക് നൽകും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എനിക്കുള്ള ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിപ്പാൻ ശക്തൻ. നമുക്കുള്ള ഉപനിധി, നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ സമ്പത്ത്, ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഓഹരി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ നിധി, അതാർക്കും കൊടുക്കാൻ കഴിയത്തില്ല. അത് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എനിക്കുള്ള ഉപനിധി ആ ദിവസം വരെയും സൂക്ഷിക്കും. ഏതാ ആ ദിവസം? അത് പ്രതിഫലം വിഭാഗിച്ച് കൊടുക്കുന്ന ദിവസമാണ്. എല്ലാവരെയും വിളിച്ച്, 1000 വിശുദ്ധന്മാരെ വിളിച്ച് ഒന്നിച്ച് കൂട്ടി സ്വർഗീയ മഹാസമ്മേളനത്തിൽ അവൻ എനിക്കുള്ള ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് ദൈവം നമ്മെ മാനിക്കുന്ന ദിവസങ്ങളുണ്ട്.
അതാ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിന് വേണ്ടി ചെയ്തതിന് സേവനത്തിന് മാനത്തിനും പുകഴ്ചയ്ക്കുമായി. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമുള്ള ഭാഗം നമുക്ക് കാണാം. അവൻ നമ്മളെ മാനിക്കുന്ന ദിവസങ്ങളുണ്ട്. അന്ന് അവൻ നമ്മുടെ കർത്താവ് തൻ്റെ സന്നിധിയിൽ അനേകായിരം വിശുദ്ധന്മാരുടെ നടുവിൽ നമ്മുടെ ഓഹരി നമുക്ക് നൽകുമ്പോൾ അതിനു മുമ്പ് നമ്മളെ കാണിക്കും. 1000 വിശുദ്ധന്മാരുടെ മുമ്പിൽ പറയും, ഇവരെ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, ഇന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ വീണു പോകാതെ നിന്ന വ്യക്തിയാണ് ഈ പ്രിയപ്പെട്ട എൻ്റെ മകൻ, ഈ മകൾ എന്ന് പറഞ്ഞ് വിശുദ്ധന്മാരുടെ മുമ്പിൽ നമ്മളെ പ്രദർശിപ്പിക്കും. എന്നിട്ട് പറയും, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആരാണിവർ? ദൈവത്തിന് സ്തോത്രം. ദൂതന്മാരെ എല്ലാം കാണിക്കും. ആരിവർ രാജനോടൊപ്പമായി പന്തിരിപ്പതു സത്യസഭ, പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടരത്രേ. ദൂതന്മാര് പറയും, ആരാണിവര്? കുഞ്ഞാടിൻ്റെ കൂടെ ആയിരിക്കുന്നവരാരാണ്? ഇതാണ് സത്യസഭ, ദൈവസഭ. പൊന്നേശു തമ്പുരാൻ്റെ രക്തത്താൽ, പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ്റെ ഫലമായ വിശുദ്ധ സഭ. ദൂതന്മാർക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യം ദൈവം നമുക്ക് നൽകി. കർത്താവിനെക്കുറിച്ച് പറയുവാനും അവൻ്റെ മക്കളായി തീരുവാനും യുഗായുഗം അവൻ്റെ കൂടെ വസിക്കുവാനും ഒക്കെ കർത്താവ് അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ചിന്തിക്കണം, ദൈവമക്കളെ, നമ്മുടെ ജോലിയുടെ ബന്ധത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതയിലുമൊക്കെ കർത്താവ് ചെയ്ത ഭാഗ്യത്തെക്കുറിച്ച് ഓർക്കണം. അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. ഈ ബലഹീനരായ എനിക്ക്, പ്രാപ്തിയില്ലാത്ത നമുക്ക്, ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് ദൈവം അതിനുള്ള അവസരം തന്നല്ലോ. അങ്ങനെ എപ്പോഴും നമ്മുടെ ഹൃദയം സ്തോത്രമെന്ന യാഗം കൊണ്ട്, ആ ധൂമം കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിനെ മഹത്വപ്പെടുത്തുന്നു. ആ ഹൃദയമാകുന്ന കലശത്തിൽ നിന്ന് ആ ധൂപം, സ്തോത്രയാഗമാകുന്ന ധൂപം ഉയർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു വല്ലാത്ത ഒരാത്മീക അനുഭൂതി ദൈവം നമുക്ക് നൽകിത്തരും. ഒരു വലിയ സന്തോഷം നമുക്ക്. ദൈവജനത്തിൽ പറയുന്നത് അങ്ങനെയാണല്ലോ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് സ്വർഗീയന്മാരാക്കിയിരിക്കുന്നത്, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ സിസ്റ്റം അങ്ങനെ. ഈ അന്ധകാരമാകുന്ന ലോകത്ത് നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങി ഈ ലോകത്ത് തന്നെ നമ്മെ പാർപ്പിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ വിശുദ്ധ മക്കളായി സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ആത്മാവിൽ നാം സ്വർഗത്തിൽ തന്നെ. സ്വർഗത്തിലെ സകലവര ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെ നിറച്ചിരിക്കുന്നു. എന്നിട്ട് പാർപ്പിച്ചിരിക്കുന്ന ഭൂമിയില്ല. കുറച്ച് നാൾ അങ്ങനെ ചെയ്തേ നോക്കൂ. അങ്ങനെ വസിക്കണം. അങ്ങനെ ഒരു സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. എന്തിനാ നമുക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. തകൃതിയായി കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു പ്രതിഫലമുണ്ട്. കർത്താവിൻ്റെ സ്ഥലം നമുക്കത് പ്രാപിക്കണം. അതിനുള്ള ക്രമീകരണങ്ങൾ ലോകത്ത് നടക്കുന്നു. അവൻ്റെ വരവിൻ്റെ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഇനി എത്രയോ അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും. എവിടെ നോക്കിയാലും ലോക സംഭവങ്ങൾ. മനുഷ്യൻ നിരാശയോടുകൂടിയ പരിഭ്രമത്തിലായിത്തീരും. കണ്ടോ, നിരാശ. ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി എത്ര പേരെ രക്ഷിക്കും, എത്ര പേരെ കൊണ്ടുപോകും അറിയത്തില്ലല്ലോ. അതിനൊരു മരുന്നുമില്ല. പിടിച്ചാൽ പിടിച്ചു, കിട്ടിയാൽ കിട്ടി. ഒരു നിരാശ മനുഷ്യൻ്റെ എല്ലാം ജീവിതത്തിലുണ്ട്. ഈ രോഗത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു വലിയ നിരാശ നിലയ്ക്കുന്നത് നമുക്ക് കാണാം. അത് കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണമാണ്. മനുഷ്യൻ നിരാശയോടുകൂടിയ പരിഭ്രമത്തിലായി പോകും. അങ്ങനെ അവർ നിരാശയിലായിരിക്കുമ്പോൾ നാം ചെന്ന് കർത്താവിനെക്കുറിച്ച് അവരോട് പറയണം. സുഹൃത്തെ, കർത്താവ് വരാറായി, അതിൻ്റെ ലക്ഷണമായത്. നീ യേശുവിൽ വിശ്വസിക്കുക. വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ അനുഭവം പറയണം. അവർ മാനസാന്തരപ്പെടും. അപ്പോൾ തന്നെ നമുക്ക്
തകൃതിയോടെ അതിനു വേണ്ടി ഒരുങ്ങുവാൻ ഇടയായിത്തീരും. നമുക്കവൻ നല്ലൊരു ഓഹരി ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനമാണ് ഈ ഭൂമിയിൽ ഏറ്റവും ദൈവവേദനെ നിലനിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവും. നമ്മൾക്ക് ചിന്തിച്ചതാണ്, നല്ല ശമരിയാക്കാരൻ വഴിയമ്പലത്തിലാക്കിയ ആ മനുഷ്യന് അവനെ ശുശ്രൂഷിച്ചല്ലോ. അവന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവെല്ലാം വെച്ച് കെട്ടി വാഹനമൃഗത്തിലേറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുവന്നാക്കി. വഴിയമ്പലം ദൈവസഭയാണെന്ന് നാം ഒരിക്കൽ ചിന്തിച്ചു. ആ വഴിയമ്പലക്കാരനെ വിളിച്ച് അവൻ്റെ കയ്യിൽ 2 വെള്ളിക്കാശ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവനെ നല്ലപോലെ നോക്കിക്കോണം, അധികം വല്ലതും വന്നാൽ ഞാൻ തന്നുകൊള്ളാം. വഴിയമ്പലക്കാരൻ ആരാ? കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരാ. കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് വഴിയമ്പലക്കാരൻ. ദൈവത്തിന് സ്തോത്രം. അവരെ ശുശ്രൂഷിക്കണം. അർത്ഥപ്രാണരായി വഴിയിൽ കിടന്ന തൻ്റെ മക്കളെ, തൻ്റെ രക്തത്തിൻ്റെ വിലയെ ദൈവം മുറിവൊക്കെ വെച്ച് കെട്ടി ദൈവത്തിന് സ്തോത്രം വഴിയമ്പലത്തിൽ കൊണ്ടുവന്ന് ദൈവസഭയിലാക്കി ദൈവദാസന്മാരെ ഏൽപ്പിച്ചു. അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവം നൽകും. സ്വർഗത്തിലെന്നേക്ക് സ്ഥിരമായ വചനം പറഞ്ഞു കൊടുക്കണം. മയമില്ലാത്ത പാൽ പറഞ്ഞു കൊടുക്കണം. ഇവൻ്റെ രോഗത്തിനെ ചികിത്സിക്കണം. ഇവൻ്റെ മുറിവ് വെച്ച് കെട്ടണം. ഇവൻ്റെ കേട് പോക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇവനെ പൊന്നുപോലെ നോക്കണം. നഷ്ടപ്പെട്ടു പോകരുത്. ഒന്ന് നഷ്ടപ്പെട്ടു പോകാമെന്ന് തോന്നിയാൽ 99നെയും വഴിയിൽ വെച്ചിട്ട് വിട്ടിട്ട് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിച്ച കർത്താവിനെ പോലെ ഒന്നും നഷ്ടപ്പെടാതെ നോക്കിക്കോണേ എന്ന് ദൈവം പറഞ്ഞിട്ട് 2 കാശ് കൈ കൊടുത്തു. അതാണ് നമ്മൾ പറയാൻ വന്ന വിഷയം. എന്തൊക്കെയാണ്? ഒന്ന് തിരുവചനം, പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയായാൽ തെറ്റിപ്പോകുന്നു. ദൈവത്തിൻ്റെ ദാസന്മാർക്ക്, വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവം 2 ഗിഫ്റ്റാണ് കൊടുത്തേക്കുന്നത്. ദൈവം കൊടുത്ത 2 വെള്ളിക്കാശാണ്. ഒന്ന് തിരുവചനം, അത് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായതാ. അത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായതാ. ക്രിസ്തുവാകുന്ന തലയോളം വളർത്തുവാൻ കഴിയുന്നതാ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്നതാ. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ്, അവൻ ഗൈഡ് ചെയ്തോളും. ദൈവത്തിന് സ്തോത്രം. വഴിയിതാകുന്നു എന്ന് പറയും. ഏതെല്ലാം രീതിയിൽ ദൈവവചനം പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. ആത്മാവിൽ നിറഞ്ഞ അകത്തെ മനുഷ്യൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ വചനം ആത്മാവിൽ നിറഞ്ഞ് ആത്മാവ് തങ്ങളിലുള്ള ഒരു ബന്ധമാണ് വചന ശുശ്രൂഷ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതാ വചനം. ആ വചനത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. 119 സംഘത്തിനും അതാണ് പറയുന്നത്. അതിൻ്റെ 49 വരെയുള്ള വേദഭാഗങ്ങൾ നാം ചിന്തിച്ചു. 49 മുതൽ 56 വരെയുള്ള ഭാഗങ്ങൾ ദൈവവചനത്തിൽ നിന്നുള്ള പ്രത്യാശയെക്കുറിച്ചാണ്. പ്രത്യാശ നൽകുന്ന ദൈവവചനം. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയില്ലാത്ത ലോകത്തിൽ കർത്താവ് നമ്മളെ പ്രത്യാശയുള്ളവരാക്കി തീർക്കുന്നത് ദൈവവചനത്തിലാണ്. ലോകത്തിന് ഒരു പ്രതീക്ഷയുമില്ല, ഒരു പ്രത്യാശയുമില്ല. നാളെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല. നാളെ എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യർ നിർനിമിഷരായി നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. നാളത്തെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം. ഒരു പ്രതീക്ഷയും ലോകത്തിനില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാലൊരു ദൈവപൈതലിന് ഒരു പ്രത്യാശയുണ്ട്. അവൻ്റെ കർത്താവുണ്ട്. അവൻ നടത്തും. പ്രത്യാശയില്ലാത്ത ലോകത്തിൽ പ്രത്യാശയുള്ളവരായി ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു പാട്ടുകാരൻ പാടുന്നുണ്ട്, എന്നാശയും പ്രത്യാശയും എൻ പ്രിയനിലത്രേ, തൻ വരവിലവൻ കൂടെ ചേർന്നിടുവാൻ. ഇത്ര മനോഹരമായ ഒരാശയമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആശയും
എൻ്റെ പ്രത്യാശ എൻ്റെ പ്രിയനിലാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കൂടെ പോകാൻ വേണ്ടി ഉള്ള ഒരുക്കമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവവചനം നമ്മളെ പ്രത്യാശയുള്ളവരാക്കും. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരെയും പരിഹാസികളെയും എതിർത്ത് നിൽക്കുവാൻ കഴിവ് ലഭിക്കുന്നത് ഈ ദൈവവചനം കൊണ്ടാണ്. ഒത്തിരി പോരുകൾ നമുക്ക് വരും, ഒത്തിരി പരിഹാസം നമുക്ക് വരും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ നടുവിൽ നാം നിന്നു പോകുന്നത്, താളടിയായി പോകാതെ നിൽക്കുന്നത് ദൈവവചനം കൊണ്ടാണ്, അല്ലേ? നിത്യജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളാണ്, മനുഷ്യരുടെ പ്രയാസങ്ങൾ, നമ്മളെ നിന്ദിക്കുന്നത്, അപമാനിക്കുന്നത്. ഒരു ദൈവവേദനായി പോയതുകൊണ്ട് നമുക്ക് പല വിഷയങ്ങളിലും പരിമിതികളുണ്ട്. നമ്മളെ ചിലർ ഒറ്റപ്പെടുത്തും. ആ സമയത്തൊക്കെ നമുക്ക് ശക്തി നൽകുന്നത്, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ശക്തി നൽകുന്ന, നമ്മെ നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. പരിഹാസികളെയും എതിർത്ത് നിൽക്കുവാൻ ദൈവം നമുക്ക് ശക്തി നൽകും. ദൈവത്തിന് സ്തോത്രം. ദൈവഭക്തൻ്റെ പ്രത്യാശയുടെ ദീപം, കെട്ടുപോകാത്ത ജീവനുള്ള വചനം. ദൈവത്തിന് സ്തോത്രം. അത് ഭക്ഷിപ്പാൻ, പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. 49 മുതലുള്ള വേദഭാഗം, 49 മുതൽ വചനത്തെക്കുറിച്ച് വളരെ ശക്തമായി അത് നമ്മളെ ഏതെല്ലാം രീതിയിലാക്കും, നമുക്ക് നൽകുന്ന ദാനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള വിഷയമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കുന്നത് കൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മുമ്പേ പ്രത്യാശയില്ലാത്തവരായിരുന്നു. എഫെസ്യർ നാം വായിക്കുന്നു 2:12, കർത്താവ് നമ്മെ പ്രത്യാശിക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിലാണ് നമ്മുടെ പ്രത്യാശ. 119 സങ്കീർത്തനത്തിൻ്റെ 119 നാം വായിക്കുന്നുണ്ട്. 119ൻ്റെ 119 ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനെതിരായിട്ടുള്ള സകല ശത്രുക്കളെയും ദൈവം നീക്കിക്കളയും. പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം വരുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നത്, ആ അടിയനോടുള്ള നിൻ്റെ വചനത്തെ ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. 50-ാം വാക്യത്തിൽ, നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. പ്രത്യാശയില്ലാത്ത ലോകത്തിൽ ഒരാശ്വാസവുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയില്ലാതെ എവിടെ നോക്കിയാലും അസ്വസ്ഥതയാണ്, ആശ്വാസമൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ ദൈവം നമ്മെ ആശ്വസിക്കുന്നു. ആശ്വാസം നൽകാത്തിപ്പാരിയിലെ വാസത്താൽ ഉള്ള നീറുന്നേ. അങ്ങനെ ആശ്വാസമില്ലാത്ത ഈ ലോകത്ത് നാം പെട്ടെന്ന് വചനത്തിലേക്ക് വരണം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതെ ഇരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ അവയെ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അത് നമ്മോട് സംസാരിക്കും. ദൈവവചനത്തിൽ നാം ആശ്വാസം കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം. ഭൗതികമായ ലോകത്തിൽ, ക്ഷണഭങ്കുരമായ ലോകത്ത്, ക്ഷണഭങ്കുരമായ മനുഷ്യൻ, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂവിനെ പോലെയുള്ള മനുഷ്യൻ ലൗകികമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആശ്വാസത്തിന് വേണ്ടി കണ്ടെത്തുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാ? ദൈവത്തിന് സ്തോത്രം. അവരെ ഭൗതികമായ കാര്യങ്ങളിൽ ആശ്വാസം കണ്ടെത്തും, പണത്തിൽ ആശ്വാസം കണ്ടെത്തും, മദ്യപാനികൾ അതിലാശ്വാസം കണ്ടെത്തും. ദൈവത്തിന് സ്തോത്രം.
വിദ്യാസമ്പന്നരായ മനുഷ്യൻ വിദ്യയിൽ ആശ്വാസം കണ്ടെത്തും. ആരോഗ്യമുള്ള മനുഷ്യർ, ദൃഢഗാത്രരായവർ, അവരുടെ ആരോഗ്യത്തിൽ പ്രശംസിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഥാർത്ഥ ജീവൻ കിട്ടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, ദൈവം നമുക്ക് ഏത് കഷ്ടതയും സഹിക്കുവാൻ ബലം നൽകും. ദൈവത്തിന് സ്തോത്രം. ലോകമനുഷ്യർ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും ആശ്വാസം കണ്ടെത്തുമ്പോൾ, ഒരു ദൈവവേദന സമൃദ്ധിയായ ജീവൻ കർത്താവ് നൽകുമ്പോൾ, ആ ഏത് പ്രതിസന്ധിയെയും കഷ്ടതയെയും വഹിക്കുവാൻ ഉള്ള കൃപ അതിലെ പാക്കേജിലുണ്ട്. യഥാർത്ഥമായ ജീവൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും. ദൈവം നൽകുന്ന ജീവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ജീവനല്ല. അത് കർത്താവ് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു. സമൃദ്ധിയായ ജീവൻ എങ്ങനെ? ഒരാൾ രണ്ടുപേര് ജീവനുള്ളവരാ. അതിൽ ഒരാൾ ബലഹീന, മറ്റൊരാൾക്ക് വീണ് കിടക്കുന്നവനെ എടുക്കാൻ കഴിയും. ആ വീണ് കിടക്കുന്നവനെ എടുക്കുവാൻ കഴിയുന്ന വ്യക്തിക്ക് ആ സമൃദ്ധിയായ ജീവൻ, ഒരാളെ വഹിക്കാൻ കഴിയുന്നു. അതാ സമൃദ്ധിയായ ജീവൻ. സത്യത്തിൽ അതാ കർത്താവ് പറഞ്ഞതും. കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന, അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു ജീവനാ ദൈവം നമുക്ക് നൽകിയത്. സമൃദ്ധിയായ ജീവൻ, ഒത്തിരി പേർക്ക് പകർന്നു നൽകുവാൻ കഴിയുന്ന ജീവൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന് നാം വായിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഉണരുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. കണ്ടോ, ജീവനുണ്ടെന്ന് പറഞ്ഞാലും ചാകാറായി. അങ്ങനെയുള്ളവരെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉപകാരപ്രദമാണ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയെപ്പറ്റി ഈ സങ്കീർത്തനത്തിൽ വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്, കഷ്ടതയിലാകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി, 67-ാം വാക്യം. പിന്നെ രണ്ടാമത്, കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി, 75-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. നാലാമത്, കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു, 92-ാം വാക്യം. കഷ്ടതയാണെങ്കിലും ദൈവം ജീവിപ്പിക്കും, 107-ാം വാക്യം. ഓ, എത്ര വലിയ വഴിയാണ് ദൈവത്തിന് സ്തോത്രം. നാം കഷ്ടതയിലാകുന്നതിന് മുമ്പേ തെറ്റിപ്പോയി. ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ കൊണ്ടുവരിക. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം ദൈവവചനത്തിൽ ധാരാളം പറയുന്നുണ്ട്. ആട് മുമ്പേ പോകുന്നു, ഇടയൻ പിന്നാലെ പോകുകയല്ല. ഇടയൻ മുമ്പേ പോകുന്നു, ആട് പിന്നാലെ പോകുന്നു. എന്നാൽ ആട് വഴിതെറ്റി പോകുന്ന സന്ദർഭത്തിൽ ഇടയൻ തിരിഞ്ഞ് അതിനെ തൻ്റെ വടി കൊണ്ട്, കോലുകൊണ്ട് ഒന്ന് തട്ടി നേരെ ഉള്ള വഴിയെ നടത്തും. വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്ന സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. വടി ചില മരങ്ങൾ, ചില കമ്പുകളൊക്കെ ചായച്ചു കൊടുക്കാനാണ്. പഴയ വല്യപ്പന്മാരുടെ, അപ്പച്ചന്മാരുടെയൊക്കെ കൊട, കാലം കൊട, അതുപോലത്തെ ഒരു വടിയാണ് ദാവീദ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിരുന്നു അന്നത്തെ ഇടയന്മാർക്ക്. കോല് വഴിതെറ്റിപ്പോകുന്ന ആടിനെ ചെറിയ തട്ട് അടിയൊക്കെ കൊടുത്ത് നേരെ കൊണ്ടുവരാനാണ്. ചെറിയ ഒരു അടി കിട്ടുമ്പോൾ ആടിന് മനസ്സിലാകും ഇതല്ല ശരിക്കുള്ള വഴിയെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ചെറിയ ശോധന വരും. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഒന്ന് നിൽക്കണം. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ സേല, നിൽക്കുക, ചിന്തിക്കുക. അതാ സേലയുടെ അർത്ഥം. ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ നിൽക്കണം, ചിന്തിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം, ഉപവസിക്കണം. കഷ്ടത മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി.
ദൈവത്തിന് സ്തോത്രം. കഷ്ടതയിലാകുന്നതിന് മുൻപേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നു. ഇപ്പോൾ വചനം പ്രമാണിക്കാം, കാരണം ആ വഴി ദൈവം കാണിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ചെറിയൊരടി തന്ന്, ചെറിയൊരു കഷ്ടത തന്നു. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കും. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കഷ്ടത തോന്നുന്നുണ്ടോ? ഒന്ന് നിൽക്ക്, ചിന്തിക്ക്. ചിലപ്പം അത് നേരെയുള്ള വഴിക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു ചോദനയായിരിക്കും. കഷ്ടത പ്രതീക്ഷിക്കണം. കർത്താവ് പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ്. കഷ്ടത ഉണ്ടാവും, പക്ഷേ അത് മറ്റൊരു മാർഗദർശകമായി തീരാറുണ്ട്. പിന്നെ 75-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അതും വലിയ അർത്ഥമുള്ള വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. 75-ാം വാക്യത്തിൽ എന്താണത് ശരിക്കും പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. അതാണ് ശരിക്കും ആ വാക്യം നാം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം. എന്തിനാ കഷ്ടതയാകുന്നത്? ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ദൈവത്തിന് സ്തോത്രം. 71-ാം വാക്യം. ചട്ടങ്ങൾ പഠിക്കുവാനാ കഷ്ടതയിലാവുന്നത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടത നമ്മളെ വിട്ട് കഷ്ടതയിലേക്ക്, ചിലപ്പോൾ ചില ശോധനയിൽ ദൈവത്തിന് സ്തോത്രം നമ്മളെ കടത്തിവിടും. ചിലപ്പോൾ ചില ശോധനയിലും നമ്മളെ നടത്തും. എന്നാൽ നിരാശപ്പെടരുത്. വേദനയിൽ, പരിശോധനയിൽ, ക്ലേശങ്ങളിൽ, കൊടുങ്കാറ്റുകളിൽ, വേദനയിൽ, പരിശോധനയിൽ, ക്ലേശങ്ങളിൽ, കൊടുങ്കാറ്റുകളിൽ, അലയടിച്ചുയരും ആഴിയിൻ നടുവിൽ അവനെന്നെ നടത്തിയിടുന്നു. ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തിടും വൻഗിരിയിൽ, ഉയരത്തിൽ നാഥൻ യഹോവ അവനെന്നെ നടത്തിയിടുന്നു. കഷ്ടത വരുമ്പോൾ നോക്കണം, ദൈവം നടത്തുക. ദൈവത്തിൻ്റെ കരസ്പർശനം കഷ്ടതയിലൂടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വലിയ അനുഭവമാണ്. ദൈവം ഇതിലെ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ ദൈവം നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു, കർത്താവ് തൊടേണ്ടതിന് ചിലർ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. യേശു അവരെ തൊടേണ്ടതിന്. നമ്മളെ യേശു തൊടട്ടെ, കഷ്ടതയായാലും കുഴപ്പമില്ല, സമർപ്പിക്കണം. ഇവിടെ ദാവീദ് പറയുന്നത്, നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം. കഷ്ടതയിലായത് എന്തിനാ? ചട്ടം പഠിക്കാനാ. ചില ചട്ടങ്ങൾ നാം പഠിക്കണം, പാഠങ്ങൾ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. പാഠമൊന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കേട്ടിട്ടില്ലേ? ഒന്നാമത്തെ പാഠത്തിൽ, രണ്ടാമത്തെ പാഠത്തിൽ, ഇങ്ങനെ ദൈവം ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാൻ കഷ്ടത കൊണ്ടുവരും. പാഠം പഠിച്ചേ പറ്റൂ.
പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുണ്ട്, പരീക്ഷ കഴിഞ്ഞാൽ വിജയമുണ്ട്, പ്രമോഷനുണ്ട്. അപ്പോൾ ആനയെ ചട്ടം പഠിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ആനയെ ചട്ടം പഠിപ്പിക്കും. അതൊരു വലിയ പ്രശ്നം തന്നെ, അതൊരു വലിയ സ്ട്രെയിനാണ്. അതിനുവേണ്ടി താപ്പാനകളുണ്ട്. അതിനെ പ്രത്യേക അറയിൽ കയറ്റി 2 താപ്പാനെ അപ്പുറം ഇപ്പുറം നിന്ന് അനുസരിക്കുന്നെങ്കിൽ ഒരു കരിമ്പ് കൊടുക്കും, അനുസരിക്കത്തില്ലെങ്കിൽ ഒരു കുത്തു കൊടുക്കും. ചട്ടം പഠിപ്പിക്കുക. ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ദാവീദ് പറയുന്നത്, നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത്. കണ്ടോ, അത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇപ്പോഴല്ല, നേരത്തെ ആയിരുന്നത് എനിക്ക് ഗുണമായി. ദൈവത്തിന് സ്തോത്രം. നിന്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. പക്ഷെ അന്നേരം അങ്ങനെ തോന്നത്തില്ല. ആയിരുന്നത് എനിക്കിപ്പോൾ ഗുണമായെന്നാണ്. ആ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. കഷ്ടത വരുമ്പോൾ നെടുവീർപ്പ് വരും. അയ്യോ, എന്നെ തള്ളിക്കളഞ്ഞു, എന്ത്, ഞാനൊരുത്തം മാത്രമേ ശേഷിക്കുന്നുള്ളൂ, സകലതും പ്രതികൂലമായി എന്നൊക്കെ പറഞ്ഞു പോകും. അന്നേരം അതറിയത്തില്ല. പക്ഷേ ആ കഷ്ടതയുടെ പടവുകൾ കയറി കഴിഞ്ഞ് ഗുണത്തിൻ്റെ പടവുകളിലേക്ക് വരുമ്പോൾ, പാഠമെല്ലാം പഠിച്ച് അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാകും, എനിക്കത് ഗുണമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കരഞ്ഞെങ്കിലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഗുണമായെന്ന്. ദൈവവേദനയിലെ നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത പിന്നത്തേതിൽ നീ മനസ്സിലാക്കും. കഷ്ടതയുടെ തീച്ചുളയുടെ നടുവിലും ദൈവം എന്നെ ആദരിച്ചു, ഞാൻ ഇന്ന പാഠങ്ങൾ പഠിച്ചു, എനിക്ക് ഗുണമായി. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പോരുകളുടെ നടുവിൽ ജയിക്കുവാൻ, കഷ്ടതയുടെ നടുവിൽ പതറിപ്പോകാതെ നിൻ്റെ പദ്ധതി മനസ്സിലാക്കുവാൻ, നിൻ്റെ പാഠങ്ങൾ പഠിക്കുവാൻ, നിൻ്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യുന്നതിനാൽ സ്തോത്രം. തലവണക്കിരിക്കുന്ന സകല മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതലും ആശ്വാസവും നൽകിയാട്ടെ. എല്ലാ വിഷയങ്ങൾക്കും യേശുവിൻ്റെ നാമത്തിൽ മറുപടി നൽകിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.